ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. ഗദാ പാണൗ ദൈത്യേ ത്വമപി ഹി ഗൃഹീതോന്നതഗദോ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോൽഘുഷ്ടവിയതാം രണാലോകൗത്സുക്യാന്മിളതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യാസന്ധ്യാദഃ പ്രഥമമിതി ധാത്രാ ജഗദിഷേ. ഇനിയും ഈ ഒരു ശ്ലോകത്തിൽ ആ ഹിരണ്യാക്ഷനും ഭഗവാനുമായിട്ട് നടന്ന യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ രണ്ടുപേരും യുദ്ധത്തിനായി സന്നദ്ധരായി നിന്നു എന്ന് വരെയായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുകയാണ്, ഗദാപാണൗ, പാണി എന്നാൽ ഹസ്തം, കയ്യിൽ ഗദയും ഏന്തിക്കൊണ്ട്, ദൈത്യേ, ദൈത്യ എന്നാൽ ആ ദൈത്യന്, ആ അസുരന്, ഹിരണ്യാക്ഷന് കയ്യിൽ ഗദയുമായിട്ടായിരുന്നു ഭഗവാനെ അങ്ങയുടെ നേരെ യുദ്ധത്തിനായിക്കൊണ്ട് വന്നത്. അങ്ങനെ വന്നപ്പോൾ ത്വമപി, ത്വം അപിയാണ് ത്വമപി, ത്വം എന്നാൽ അങ്ങ്, ത്വമപി അല്ലയോ ഭഗവാനെ അവിടുന്നും, ഗൃഹീതോന്നതഗതോ, ഗൃഹീത ഉന്നതഗതോ, ഗതോ ഗത അങ്ങയുടെ ഉന്നതമായ ശ്രേഷ്ഠമായ ആ ഗതയുമായിട്ട്, അങ്ങയുടെ കൗമോദകി എന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഗതയുമായിട്ട് അങ്ങും, ഗൃഹീത അതും എടുത്തുകൊണ്ട് അങ്ങും യുദ്ധത്തിനായിക്കൊണ്ട് തയ്യാറെടുത്തു. അപ്പോൾ ആദ്യം ഗതയുമായി ഭഗവാനെ അങ്ങയുടെ നേരെ ആ ഹിരണ്യാക്ഷൻ നടന്നു വന്നപ്പോൾ യുദ്ധത്തിന് സന്നദ്ധനായി നിന്ന അങ്ങും അങ്ങയുടെ കയ്യിൽ ആ ശ്രേഷ്ഠമായ കൗമോദകി എന്ന ഗതയെ ധരിച്ചു. എന്നിട്ട് നിയുദ്ധേന, നിയുദ്ധേന എന്നാൽ ആ യുദ്ധത്താൽ, ക്രീഡൻ ഭഗവാനെ അങ്ങ് ക്രീഡ, ഭഗവാന്റെ ലീലയാണിതൊക്കെ, അങ്ങ് ആ ലീലയാടവേ ഘടഘടരവോൽഘുഷ്ടവിയത. ഇവിടെ ഘടഘട എന്ന രവം എന്നാൽ ശബ്ദം, ആ ഘടഘട എന്ന ശബ്ദം ഈ ഗദകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദത്തെയാണ് ഇവിടെ ഘടഘട എന്ന വാക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന. അങ്ങനെയുള്ള ആ ശബ്ദം എങ്ങനെ, ഉത്കൃഷ്ടവിയത, വിയത എന്നാൽ ആകാശത്തിൽ, ഉത്കൃഷ്ട എന്നാൽ അതങ്ങനെ ആ ഘടഘട ശബ്ദം അങ്ങനെ മുഴങ്ങിക്കേട്ട് നിന്നപ്പോൾ, ആകാശത്തിലാകെ ആ ശബ്ദം അങ്ങനെ പ്രലംബനം കൊണ്ട് നിന്നപ്പോൾ, രണാലോകൗത്സുക്യാൻ മിളതി, ഇവിടെ രണാലോകൗത്സുക്യാൻ മിളതി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് രണാലോകൗത്സുക്യാൻ മിളതി. രണാലോകൗത്സുക്യ എന്ന് പറഞ്ഞാൽ രണം എന്നാൽ യുദ്ധം, ആലോക കാണുക, ഔത്സുക്യം എന്ന് പറഞ്ഞാൽ അതിനോടൊരു കൗതുകം ഉള്ള, അപ്പോൾ യുദ്ധം കാണാനുള്ള അതിയായ കൗതുകത്താൽ മിളതി, മിളതി എന്നാൽ ഒന്നിച്ചു ചേരുക. ആര്? സുരസംഘേ, സുരന്മാരെന്നാൽ ദേവന്മാർ, സംഘം കൂട്ടമാണ്, ദേവന്മാരുടെ കൂട്ടം ഒന്നിച്ചു ചേർന്നപ്പോൾ ദ്രുതമമും, ദ്രുതം
അമും. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദ്രുതമമും. ദ്രുതം എന്നാൽ വളരെ പെട്ടെന്ന്, അമും അമും എന്നാൽ ഈ അസുരനെ, ഇവനെ, ഈ ഹിരണ്യാക്ഷനെ നിരുന്ധ്യാസന്ധ്യാത. ഇവിടെ നിരുന്ധ്യാ സന്ധ്യാത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നിരുന്ധ്യാസന്ധ്യാത. നിരുന്ധ്യ എന്നാൽ നിഗ്രഹിക്കണമേ, സന്ധ്യാത എന്നാൽ സന്ധ്യ, സന്ധ്യയ്ക്ക് പ്രഥമമിതി, പ്രഥമമിതി ധാത്ര, പ്രഥമമിതി, പ്രഥമം ഇതി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രഥമമിതി. പ്രഥമം എന്ന് പറഞ്ഞാൽ ആദ്യം അല്ലെങ്കിൽ മുമ്പ്. അപ്പോൾ സന്ധ്യയ്ക്ക് മുൻപ് അല്ലയോ ഭഗവാനെ ഇവനെ നിഗ്രഹിക്കണമേ. ഇതി എന്ന ധാത്ര, ധാത്ര എന്നാൽ ബ്രഹ്മാവിനാൽ ജഗദിഷേ അപേക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ ഭഗവാനും ഹിരണ്യാക്ഷനുമായിട്ടുള്ള ഘോരമായ യുദ്ധം നടക്കുകയാണ്. ഹിരണ്യാക്ഷൻ ആദ്യമേ തൻ്റെ ഗദയുമായിട്ടാണ് പുറപ്പെട്ടിരിക്കുന്ന ഭഗവാനെ തേടി യുദ്ധത്തിനായി കൊതി പൂണ്ട് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ യുദ്ധത്തിന് തയ്യാറെടുത്തു വന്ന ഹിരണ്യാക്ഷനെ നേരിടാനായി കയ്യിൽ ഗദയുമായി നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ഈ ദ്വന്ദ്വയുദ്ധത്തിൽ ഗദ തന്നെ ആവണം തൻ്റെയും ആയുധം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആ കൗമോദകി എന്ന ഗദ തൻ്റെ കയ്യിൽ അങ്ങോട്ട് സ്വീകരിച്ചു. എന്നിട്ട് ഭഗവാൻ ഹിരണ്യാക്ഷനോട് ഘോരമായ യുദ്ധം തുടങ്ങി. ആ ഗദകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഘടഘട ശബ്ദം വാനിലാകെ, ആകാശത്തിലാകെ അങ്ങനെ ഘോരമായ ശബ്ദം മുഴക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ ആ ഒരു പ്രകമ്പനം കൊണ്ട് തന്നെ യുദ്ധം കാണാൻ വളരെ തൽപരരായിട്ടുള്ള, വളരെ ഉത്സുകരായിട്ടുള്ള ദേവന്മാരാകട്ടെ ഈ ശബ്ദമൊക്കെ കേട്ട് എളുപ്പം കൂട്ടം കൂട്ടമായി എളുപ്പം വന്ന് അവരങ്ങനെ ഒന്നിച്ചു ചേർന്ന് നിന്നു. എന്നിട്ട് അങ്ങനെ ഭഗവാനും ഹിരണ്യാക്ഷനുമായിട്ടുള്ള ഈ യുദ്ധത്തിൻ്റെ കാഴ്ചകൾ ദേവന്മാരങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബ്രഹ്മാവ് വന്ന് ഭഗവാനെ ഒന്ന് ഓർമ്മിപ്പിച്ചു. അല്ലയോ ഭഗവാനെ, സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങീ അസുരനെ കൊല്ലണമേ, നിഗ്രഹിക്കണമേ. കാരണം സന്ധ്യ കഴിഞ്ഞാൽ ആസുരിക ശക്തിക്ക് ബലമേറും, ദേവശക്തിക്ക് ബലവും കുറവായിരിക്കും. അപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ആസുരിക ശക്തി ഏറുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള മായാജാലങ്ങളും കാണിക്കാനും ഈ ഹിരണ്യാക്ഷൻ ഒരുമ്പെട്ടുവെന്നിരിക്കാം. തന്നെയല്ല ഭഗവാനെ, അതിനു മുൻപ് ഈ ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കുക തന്നെ ചെയ്യണമേ എന്ന ബ്രഹ്മാവ് വന്ന് അപേക്ഷിക്കുകയാണ് ഭഗവാനോട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ നമുക്ക് കാണാം, മിക്കവാറും എല്ലാ ക്രൂരകൃത്യങ്ങളും നടക്കുന്നത് ഇരുട്ടിൻ്റെ മറവിലാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, അങ്ങനെ ഒരു അനിഷ്ടം ഈ ഹിരണ്യാക്ഷനെ വളരാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ആ ആസുരിക ശക്തിക്ക് ഇനിയും വളരാനുള്ള ഒരു അവസരം കൊടുക്കാതെ അല്ലയോ ഭഗവാനെ, സന്ധ്യയ്ക്ക് മുൻപ് ഈ അസുരനെ അങ്ങ് നിഗ്രഹിക്കണമേ എന്ന ഒരു ഓർമ്മപ്പെടുത്തലുമായി ബ്രഹ്മദേവനും വന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഗദാപാണൗ ദൈത്യേ ത്വമപി ഹി ഗൃഹീതോന്നതഗദോ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോൽഘുഷ്ടവിയതാം രണാലോകൗത്സുക്യാൻ മിളതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യാസന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദിഷേ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ വരിയിൽ ത്വമപി, അവിടെ മായ്ക്ക് അകാരം കൊടുക്കുക. അതുപോലെ ഗൃഹീതോന്നതഗതോ, അതുപോലെ രണ്ടാമത്തെ വരിയിൽ ഘടഘടരവോൽഘുഷ്ടവിയത, അതൊക്കെ ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. പിന്നെ രണാലോകൗത്സുക്യാൻ മിളതി, അത് ചേർത്ത് വായിക്കണം. ആലോക ഔത്സുക്യമാണ്, അതുകൊണ്ട് രണാലോകൗത്സുക്യാൻ, അവിടെ ആകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് നിരുന്ധ്യാസന്ധ്യാത,
അവിടെ ഒരു വിസർഗമുണ്ട്. അത് പകുതി ഹകാരത്തിൽ തന്നെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ പ്രഥമമിതി ധാത്ര, പ്രഥമം ഇതിയാണ്, ഇകാരം നന്നായി കൊടുത്ത് തന്നെ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.